ഹായ് ഗായ്സ്, ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ നല്ല ഭംഗിയായി വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം എന്നാണ്. ഇത് കാണിക്കുന്നത് ഐഫോണിലാണ്, പക്ഷേ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലും ലഭ്യമാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ പേര് കൈൻമാസ്റ്റർ. ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, കൈൻമാസ്റ്റർ. സോ ഇത് നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിനും പ്ലേ സ്റ്റോറിനും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം കാണുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് ആദ്യമായി കാണുന്ന ഇൻ്റർഫേസ്. ഇനി ഈ പ്ലസ് ബട്ടൺ, ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ അമർത്തിയാൽ നിങ്ങൾക്ക് പുതിയൊരു പ്രോജക്റ്റ് വീഡിയോ എഡിറ്റിങ്ങിന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് ആ പ്ലസ് ബട്ടൺ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ആസ്പെക്ട് റേഷ്യോ, ഒരു പ്രോജക്റ്റ് നിങ്ങൾ പോർട്രേറ്റ് മോഡിലാണോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിലാണോ അല്ലെങ്കിൽ സ്ക്വയർ മോഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിനൊക്കെ പറ്റിയ വീഡിയോ ആസ്പെക്ട് റേഷ്യോ ആണ്. അപ്പോൾ നോർമലി നമുക്ക് ഫിലിമിലും യൂട്യൂബ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്നത് 16:9 ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്പിൻ്റെ ആദ്യത്തെ ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ ഇന്നലെ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നു, ഒരു സ്റ്റാറ്റസ് ആക്കി വെക്കാൻ വേണ്ടി. എൻ്റെ ഫോൺ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഞാൻ വാട്സാപ്പിലും കോൾസിലൊന്നും അവൈലബിൾ അല്ല എന്നറിയിക്കാൻ വേണ്ടി ഒരു സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ചെയ്തു. ഇതാണ് ആ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, ഈ മൊബൈൽ ഫോൺ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ താല്പര്യമുള്ള കുറച്ച് 4-5 സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്. ഞാൻ വിചാരിച്ചു ഇതൊന്ന് അവരോട് ഓരോരുത്തരായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്താൽ എല്ലാവർക്കും ഗുണമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് കൈൻമാസ്റ്ററിലോട്ട് പോകാം. എഡിറ്റിങ്ങിൻ്റെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ. ആ വീഡിയോ എഡിറ്റ് ചെയ്തത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള മീഡിയയിൽ ക്ലിക്ക് ചെയ്യാം. മീഡിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫോട്ടോ വീഡിയോ എന്ന് കാണാം, ഫോട്ടോ വീഡിയോ എന്ന് കാണാം. അപ്പോൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട്സ് കാണാം. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഗ്രേ കളറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഒരു 6 സെക്കൻഡോ 5 സെക്കൻഡോ വരും ഈ ലെയർ. അത് നിങ്ങൾക്ക് എത്ര സെക്കൻഡ് വേണോ അതിനനുസരിച്ച് ഇങ്ങനെ പുഷ് ചെയ്താൽ അത് നീളം കൂടിക്കോളും, ആ വീഡിയോയുടെ ലെയർ കൂടിക്കോളും. ഇനി അടുത്തതായി ഞാൻ ചെയ്തത് വിഗ്നെറ്റ് ഓൺ എനേബിൾ ചെയ്യാം. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിനൊരു കളർഫുൾ ഒരു ലുക്ക് വന്നു, നല്ലൊരു ലുക്ക് വന്നു. ഓക്കെ, ഇപ്പോൾ കണ്ടോളൂ, ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഞാൻ ഇനി 4 ടെക്സ്റ്റ് ലെയർ വീഡിയോ ചെയ്തിരുന്നത് വാട്സാപ്പ് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി ചെയ്തതുകൊണ്ട് അത് പോർട്രേറ്റ് മോഡിലായിരുന്നു ചെയ്തത്. പക്ഷേ ഇത് ഞാൻ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ലെയറുള്ള ടെക്സ്റ്റ്, 4-5 ലെയർ ആയിരുന്നു ആ ടെക്സ്റ്റിൽ. അപ്പോൾ അതേപോലെ ഇവിടെയും ചെയ്യാം. റീസ്റ്റോറിങ് ഫോൺ ഐ വിൽ നോട്ട് ബി അവൈലബിൾ ഫ്രം 7:30 to 9:30 അങ്ങനെയോ മറ്റേ ആയിരുന്നു ടെക്സ്റ്റ്. അതേപോലെ ഇവിടെയും ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ആ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, റീസ്റ്റോറിംഗ് എന്നായിരുന്നു ആദ്യം എഴുതിയത്. അപ്പോൾ ഫുൾ ക്യാപ്സ് ചെയ്തിട്ട് റീസ്റ്റോറിംഗ്. ഓക്കെ, ഇതിന് ഫോണ്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ടുകൾ കൈൻമാസ്റ്ററിൽ തന്നെ ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കാറുള്ള മെയിൻ ഫോണ്ട് എന്ന് പറയുന്നത് ഈ ഹെൽവറ്റിക്ക കണ്ടൻസ് ബ്ലാക്ക് ബോൾഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിനെ റീസൈസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ നമുക്ക് അതിനൊരു ഷാഡോവും അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഔട്ട്ലൈനും ഒക്കെ കൊടുത്താൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം ഒരു ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അതിനൊരു അനിമേഷനോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റോ ഷാഡോ ഒന്നുമില്ല. അപ്പോൾ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ ഇനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഔട്ട്ലൈനാണ് വേണ്ടത് അതൊക്കെ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ കളർ പാനൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് ബ്ലാക്ക് ഉണ്ട്, കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കുറച്ചിട്ട് ഒരു 6 വെക്കുന്നുണ്ട്. ഓക്കെ,
ഇനി ഇതിനൊരു ഷാഡോ കൊടുക്കണം. വീണ്ടും ടെക്സ്റ്റിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇതിലോ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് താഴെ വന്ന് ഷാഡോയിൽ ക്ലിക്ക് ചെയ്യുക, എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എത്രത്തോളം വേണമെന്ന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റിന് വൈറ്റ് കളറാണ് ഓൾറെഡി ബൈ ഡിഫോൾട്ടായിട്ടുള്ളത്. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കളർ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ബ്ലൂ കളർ സെലക്ട് ചെയ്തു. അല്ലേ? ഓക്കെ, ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ച് വെക്കാം. ഓക്കെ, ഇനി ഇതിന് ഒരു ആനിമേഷൻ കൊടുക്കണം. ഈ മുകളിൽ നിന്നുള്ള ടെക്സ്റ്റ് ആയതുകൊണ്ട് മുകൾ ഭാഗത്തു നിന്ന് താഴോട്ട് വരുന്ന ആനിമേഷനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇതേ വീണ്ടും ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻ ആനിമേഷനിൽ പോവുക. കുറേ ടൈപ്പ് ആനിമേഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഇനി എൻ്റർ സ്ലൈഡ് ഡൗൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. എൻ്റർ സ്ലൈഡ് ഡൗൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ആനിമേഷന് ഇനേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ആനിമേഷൻ്റെ ഡ്യൂറേഷന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അത് താഴോട്ട് വരുന്ന രീതിയിലാണെങ്കിൽ 0.5 സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മെല്ലെ വന്നാൽ മതിയെങ്കിൽ, മെല്ലെ മുകളിൽ നിന്ന് വന്നാൽ മതിയെങ്കിൽ 2 സെക്കൻഡ്സോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ 0.5 വെക്കുന്നു. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടോ? ഓക്കെ, ഇനി ഈ ടെക്സ്റ്റ് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വന്നതായിട്ട് കാണാം. നമുക്ക് രണ്ടാമത്തെ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ വീണ്ടും ലെയറിൽ പോവുക, ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, അതൊക്കെ ചെയ്യാം. അതിനേക്കാളും എളുപ്പമുള്ള ഒരു വഴി എന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ ഒരു 3 ഡോട്ട്സ് കണ്ടില്ലേ ഇവിടെ? ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക. അപ്പോൾ വീണ്ടും ഒരു സെയിം ലെയർ വീണ്ടും ക്രിയേറ്റ് ആയി. റീസ്റ്റോറിങ് വീണ്ടും ഇതായി. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം ആദ്യത്തെ ടെക്സ്റ്റ് വന്നതിന് ശേഷമാണ് രണ്ടാമത്തെ ടെക്സ്റ്റ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സിസർ ചിഹ്നം കാണുന്നില്ലേ, കത്രിക ചിഹ്നം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് 2ആയി മുറിക്കുക, അല്ലെങ്കിൽ ഇടത്തോട്ടുള്ള വശം നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്ലേ ചെയ്യുമ്പോൾ റീസ്റ്റോറിങ് കണ്ടില്ലേ. ഇനി ഈ റീസ്റ്റോറിങ് എന്നുള്ളത് വേറൊരു വേർഡായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. റീസ്റ്റോറിങ് മൈ ഫോൺ എന്നാണ് ഞാൻ ആ വീഡിയോയിൽ കൊടുത്തത്. അപ്പോൾ വീണ്ടും ഇവിടെ കീബോർഡ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ റീസ്റ്റോറിങ്. ഓക്കെ, അത് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റീസ്റ്റോറിങ് മൈ ഫോൺ. ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോണ്ടും പിന്നെ ഷേഡോവും കളറും പിന്നെ ഔട്ട്ലൈനും എല്ലാം ഒരുപോലെ ഇരിക്കും, സൈസും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം. കളറിൽ ക്ലിക്ക് ചെയ്യുക, വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, റീസ്റ്റോറിങ് മൈ ഫോൺ. അപ്പോൾ ആനിമേഷന് ബൈ ഡിഫോൾട്ട് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ആനിമേഷനാണ് ആദ്യത്തെ ടെക്സ്റ്റിന് കൊടുത്തത്. അതേ എഫക്റ്റ് ഇതിനും ഉണ്ടാവും, കാരണം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണ്. അപ്പം നമ്മൾക്ക് ഇതിന് ആനിമേഷൻ കൊടുക്കേണ്ടത് ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് ആനിമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻ ആനിമേഷനിൽ വീണ്ടും പോവുക, ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എൻ്റർ സ്ലൈഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒന്ന് വീണ്ടും പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ? ഓക്കെ, ഇനി വീണ്ടും ഈ മൈ ഫോൺ വന്നതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചാലും മതി. ഞാൻ ഈ മൈ ഫോൺ എന്നുള്ള സെലക്ട് ചെയ്തു, എന്നിട്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് വീണ്ടും ഒരു ലെയർ വന്നതായിട്ട് കാണാം. നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്യണ്ടേ, ആദ്യത്തെ വന്നതിന് ശേഷമല്ലേ മൂന്നാമത്തെ ടെക്സ്റ്റ് വരണ്ടേ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കത്രിക സെലക്ട് ചെയ്യുക, ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് താഴോട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ അനിമേഷൻ വരേണ്ടത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇൻ അനിമേഷനിൽ പോവുക, എൻ്റർ സ്ലൈഡ് ലെഫ്റ്റ്. ഓക്കെ, റീസ്റ്റോറിങ് മൈ ഫോൺ അൺഅവൈലബിൾ, അടുത്ത ടെക്സ്റ്റ് അൺഅവൈലബിൾ ആണ്. അപ്പോൾ
ക്ലിക്ക് ചെയ്യുക, കീബോർഡിൽ പോവുക, അൺഅവൈലബിൾ എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി കളർ ചേഞ്ച് ചെയ്യണം. കളർ ചേഞ്ച് ചെയ്യുക, വേറെ ഏതെങ്കിലും കളർ കൊടുക്കുക. ഒരു ഫാൻസി കളർ ഒരു സൂട്ടാവാത്ത പോലെ തോന്നുന്നുണ്ട്, അപ്പോൾ യെല്ലോ കളർ കൊടുക്കുക. സ്റ്റോറിങ് മൈ ഫോൺ അൺഅവൈലബിൾ. വീണ്ടും പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അൺഅവൈലബിൾ. ഇനി കുറച്ച് ഫോർവേഡ് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ഇത് മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ടെക്സ്റ്റ് കൊടുക്കുന്നത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റത്തെ ഈ ടൈം ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പൾസിങ് അനിമേഷൻ കൊടുക്കണം. പൾസിങ് അനിമേഷൻ കൊടുക്കണം. ഇൻ അനിമേഷന് പകരം ഓവറോൾ അനിമേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പൾസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ആ ഇൻ അനിമേഷൻ ഇതിന് ഡിസേബിൾ ചെയ്യുക. മുകളിൽ പോയിട്ട് നൺ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതായിരുന്നു വീഡിയോ. ഇനി ഇവിടുന്ന് നമുക്ക് വീഡിയോ ലെയർ കട്ട് ചെയ്യാം. ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയർ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആയിട്ട് പ്ലേ ഹെഡ് ചെയ്യാം, എന്നിട്ട് ഈ ഭാഗം ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്നാണ് വലത് വശത്തോട്ടുള്ളത് കട്ട് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. ഈ മുകളിൽ ഷെയർ കാണുന്നില്ലേ, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യുക. നമുക്ക് 4K തന്നെ എക്സ്പോർട്ട് ചെയ്യാം. 4K at 60 ഫ്രെയിം പെർ സെക്കൻഡ്. കുറച്ച് ക്വാളിറ്റി കൂടിയ റെസൊല്യൂഷനാണ്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാം. ഈ റെസൊല്യൂഷൻ 4K ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിന്ന് വരില്ല. അത് ഫോണിൻ്റെ പ്രോസസ്സറിനനുസരിച്ച് കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനി ബാക്കിൽ പോവുക. ഇനി പുതിയൊരു പ്രോജക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും 16:9 റേഷ്യോ എടുക്കുക. വീണ്ടും മീഡിയയിൽ പോവുക. ഇപ്രാവശ്യം ഞാൻ വീഡിയോയിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ വീഡിയോ പോവുക. മുകളിൽ തന്നെ ഉണ്ടാവും നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ. ഇപ്പോൾ ചെയ്ത വീഡിയോ മുകളിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിപ്പ് ഗ്രാഫിക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത എഫക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം. മുകളിൽ ഒരു സ്റ്റോർ ഐക്കൺ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടംപോലെ എഫക്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ എഫക്റ്റ്, ഫോട്ടോ പ്രിൻറ്റ് എന്നുള്ള. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രെയിം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് വീണ്ടും പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കൂൾ അനിമേഷനായി മാറി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ റെഡി ആയിരിക്കുകയാണ്. ഇത് വീണ്ടും നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് വാട്സാപ്പിലും എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ആ വീഡിയോ ചെയ്തത്. ഇനി കൂടുതൽ ട്യൂട്ടോറിയൽസ് ഞാൻ ചെയ്യാം വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.